الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചകന്മാരുടെ ചരിത്ര പരമ്പരയിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെയാണ് നമ്മുടെ വിശദീകരണം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം യാത്രയാവുകയും തുടർന്നുകൊണ്ട് അദ്ദേഹം മദിയനിൽ എത്തിച്ചേർന്നതിന്റെ ശേഷമുണ്ടായ ഏതാനും സംഭവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. വലമ്മ വറദ മാഅ മദിയന, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മദിയനിലെ വെള്ളത്തടാകത്തിന്റെ സമീപത്ത് എത്തിച്ചേർന്നപ്പോൾ, നമുക്കറിയാം മൂസ അലൈഹിസ്സലാം പ്രത്യേക സാഹചര്യത്തിൽ ഈജിപ്തിൽ നിന്ന് നാടുവിടുകയാണ്. അങ്ങനെ ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ സഹിച്ച് ധാരാളം ദൂരങ്ങൾ താണ്ടിക്കൊണ്ട് വളരെ സാഹസപ്പെട്ടുകൊണ്ട് ധാരാളം ദിവസം നടന്നു പോകേണ്ടുന്ന വഴിദൂരം പിന്നിട്ടുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം മദിയനിൽ എത്തിച്ചേരുന്നത്. മദിയനിൽ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ കണ്ട കാഴ്ച, വജദ അലൈഹി ഉമ്മത്തം മിനൻ നാസി യസ്ഖൂൻ. ആ മദിയനിലുള്ള ഒരു ജലാശയത്തിന് അല്ലെങ്കിൽ ഒരു കിണറിനരികെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നതായി അദ്ദേഹം കാണുകയാണ്. എന്തിനാണ് ആ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? യസ്ഖൂന, അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ കാലികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് അവർ ആ കിണറ്റിന്റെ, ആ തടാകത്തിന്റെ സമീപത്ത് എത്തിച്ചേർന്ന് ഒന്നിച്ചു നിൽക്കുന്നത്. ഇതാണ് മൂസ അലൈഹിസ്സലാം മദിയനിൽ എത്തിയപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച. കുറെ ആളുകൾ ഒരു കിണറ്റിന് ചുറ്റും ഇങ്ങനെ തിക്കിത്തിരക്കി അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ മഹാനായ മൂസ അലൈഹിസ്സലാമിന്റെ കണ്ണിൽപ്പെട്ടത് വവജദ മിൻ ദൂനിഹിം, ഈ സംഘം പുരുഷന്മാരായ ആളുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇംറഅത്തൈനി, രണ്ട് സ്ത്രീകളെയും അദ്ദേഹം കണ്ടെത്തി. ആ രണ്ട് സ്ത്രീകളും തദൂദാനി, അവരുടെ ആടുകളെ ഈ ആൾക്കൂട്ടത്തിന്റെ ആടുകളിലേക്ക് പോകാതെ ഇങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ അവരുടെ ആടുകൾക്ക് വെള്ളം ശേഖരിക്കുമ്പോ
കുറച്ചപ്പുറത്ത് മാറി നിൽക്കുകയാണ് രണ്ട് സ്ത്രീകൾ. അവരുടെ കൂടെയുമുണ്ട് ആടുകൾ. അവർ ആ ആടുകളെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് വിടാതെ അവരൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് അലിവ് തോന്നി. കാരണം ആരോഗ്യമുള്ള ദൃഢഗാത്രരായ മല്ലന്മാരായ ആളുകളുടെ ആണുങ്ങളായ ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടിയിട്ട് അവരുടെ കാലികൾക്ക് വെള്ളം ശേഖരിച്ചു കൊടുക്കുന്നു. പക്ഷേ ദുർബലരായ രണ്ട് സ്ത്രീകൾ ഇങ്ങനെ മാറി നിൽക്കുന്നു അവരുടെ ആട്ടിൻപറ്റങ്ങളെയും കൊണ്ട്. ഈ അവസ്ഥ കണ്ടപ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ രണ്ട് സ്ത്രീകളോടും ചോദിക്കുകയായി, മാ ഖത്ബുകുമാ, എന്താണ് നിങ്ങളുടെ രണ്ടാളുടെയും പ്രശ്നം? എന്താ നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ എന്താ കാരണം? ഖാലതാ, ആ രണ്ട് സ്ത്രീകളും പറഞ്ഞു, ലാ നസ്ഖി, ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാറില്ല. ഹത്താ യുസ്ദിറ അർരിആ, ഈ ഇടയന്മാര് അവരുടെ ആടുകളെയും കൊണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞു മടങ്ങിപ്പോകുന്നത് വരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല, ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയാറില്ല, ഞങ്ങൾക്ക് അതിന് സാധിക്കാറുമില്ല. മാത്രമല്ല ഞങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരേണ്ടി വന്നത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ ആണുങ്ങളോടൊപ്പം ഇടകലർന്ന് തിക്കും തിരക്കും കൂട്ടിയിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് വെള്ളം എടുത്ത് ആടുകൾക്ക് കൊടുക്കാൻ പറ്റിയ ആണുങ്ങളില്ല. ഉള്ളത് ഞങ്ങളുടെ ഒരു പിതാവാണ്. ആ പിതാവാകട്ടെ അബൂന ശൈഖുൻ കബീർ, അദ്ദേഹമാകട്ടെ വയോവൃദ്ധനുമാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ വന്ന് വെള്ളം ശേഖരിക്കാനും ഇവരുമായി തിരക്ക് കൂട്ടാനൊന്നും കഴിയൂല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രണ്ട് സ്ത്രീകൾ ഇങ്ങോട്ടിറങ്ങി പുറപ്പെടേണ്ടി വന്നിട്ടുള്ളത്. മൂസ നബി അലൈഹിസ്സലാമിന് സംഗതി മനസ്സിലായി. ദുർബലരായ ഈ സ്ത്രീകൾ അവർ നല്ലവരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം എന്താണ്? ഈ രണ്ട് സ്ത്രീകളും ആൾക്കൂട്ടത്തിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് തിക്കും തിരക്കും കൂട്ടുന്നില്ലല്ലോ. മാന്യതയുള്ള കുടുംബത്തിലെ മാന്യകളായ പതിവ്രതകളായ സ്ത്രീകളാണവരെന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം അവരെ സഹായിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം എന്തു ചെയ്യാണ്? ആ ആൾക്കൂട്ടത്തിന്റെ അരികിലേക്ക് അദ്ദേഹം അങ്ങ് കടന്നു ചെന്നു. എന്നിട്ട് ഫസഖാലഹുമാ സുമ്മ തവല്ലാ ഇലൽ فقال رب إني لما أنزلت إلي من خير فقير فسقالهما. എന്നിട്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ആ രണ്ട് സ്ത്രീകൾക്കും വേണ്ടി അവരുടേതായ ആ രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ആടുകൾക്ക് കാലികൾക്ക് വെള്ളം കൊടുക്കുകയാണ്. സുമ്മ തവല്ലാ ഇലൽ സുമ്മ തവല്ലാ ഇലൽ. പിന്നീട് മൂസ നബി അലൈഹിസ്സലാം ആ സഹായം ചെയ്തിട്ട് അവരിൽ നിന്നൊരു നന്ദിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അവരോട് മറ്റൊന്നും ചോദിച്ചതുമില്ല. നല്ല ഉഷ്ണമുള്ള സമയമാണത് എന്ന് താഴെ പറയുന്ന സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വെള്ളം കൊടുത്ത് ആ സ്ത്രീകൾക്ക് ആവശ്യമായ വെള്ളം കോരി കൊടുത്ത് അവരുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിച്ച് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സുമ്മ തവല്ലാ ഇലൽ, പിന്നീട് അദ്ദേഹം തണലത്തേക്ക് മാറി നിന്നു. അപ്പൊ നല്ല അത്യുഷ്ണം കത്തി നിൽക്കുന്ന നേരമാണത് എന്ന് മനസ്സിലാക്കാം. ഒരു തണലുള്ള ഭാഗത്തേക്ക് മൂസ നബി അലൈഹിസ്സലാം മാറി നിന്നിട്ട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്നി നിശ്ചയമായും ഞാൻ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, എന്റെ നേരെ ഗുണമായിട്ടുള്ള വല്ലതും നീ ഇറക്കിത്തരുന്നതിന് നിശ്ചയമായും ഞാൻ ആവശ്യക്കാരനാണ് റബ്ബേ. ആരുമില്ലാത്ത ആളല്ലേ മഹാനായ മൂസ അലൈഹിസ്സലാം. ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ചെന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു സൽക്കർമ്മം ചെയ്തു. ദുർബലകളായ സ്ത്രീകൾക്ക് വേണ്ടി വെള്ളം മുക്കി കൊടുത്തു, അവരെ സഹായിച്ചു. അവരിൽ നിന്നൊരു നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാതെ ഉടനെ തന്നെ മറ്റൊന്നും അവരോട് ചോദിച്ചില്ല. ഒന്നും അവരോട് കാര്യമാത്ര പ്രസക്തമായി ആദ്യം രണ്ട് ചോദ്യം ചോദിച്ചു. ഒരൊറ്റ ചോദ്യം, എന്താ നിങ്ങളെ പ്രശ്നം? പ്രശ്നം അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. ആ തിരക്കിന് ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് കയറി തിക്കി തിരക്കി
ആ കൃത്യമായി തന്നെ അവരിൽ നിന്ന് നല്ല ശക്തിയുള്ളവർക്കല്ലാതെ അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് വെള്ളം മുക്കാൻ കഴിയില്ല. അത് മുക്കിയെടുത്ത് ആടുകളെ കുടിപ്പിച്ച് അവരിൽ നിന്നൊരു നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാതെ സുമ്മത്തവല്ല ഇലല്ലിൽ അദ്ദേഹം തണലത്തേക്ക് മാറി നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്, റബ്ബി എന്റെ രക്ഷിതാവേ, നിനക്ക് എന്റെ കാര്യം അറിയാലോ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, എന്റെ നേരെ ഗുണമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നീ ഇറക്കി തരുന്നതിന് നിശ്ചയമായും ഞാൻ ഇപ്പോൾ ആവശ്യക്കാരനാണ് റബ്ബേ, നിന്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ. ഒരു ക്ഷമകേടിന്റെയോ നിരാശയുടെയോ കണിക പോലുമില്ലാത്ത ഹൃദയസ്പർശിയായ ഒരു ദുആയാണ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നടത്തുന്നത്. ഇവിടെ സഹോദരന്മാരെ, ചില കാര്യങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഇവിടെ എന്താണ്? ആ സ്ത്രീകൾ മാറി നിൽക്കുകയാണ്. വെള്ളം മുക്കുന്ന ആണുങ്ങൾക്കിടയിൽ തിക്കിത്തിരക്കാൻ അവർ പോകുന്നില്ല. ഇസ്ലാം അതിലൂടെ ഒരു ഗുണപാഠം ലോകത്തുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നൽകുകയാണ്. അതെന്താണ്? ആണും പെണ്ണും ഒരിടത്തും വളരെ അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ ഇടകലരാൻ പാടില്ല. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങൾ ഇന്ന് ലോകത്ത് എത്രയാണെന്ന് ആരും ഇന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം അപകടകരമായ കാര്യമാണ് സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ഇടകലർന്ന് മുട്ടിയും ഉരുമ്മിയുമൊക്കെ ഇങ്ങനെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും നടത്തൽ. അതുകൊണ്ടാണ് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീകളെ കുറിച്ച് മനസ്സിലാക്കി, അവര് തിക്കാനും തിരക്കാനും പോണ പെണ്ണുങ്ങളല്ല, അവര് വളരെ പതിവ്രതകളാണ്, മാറി നിൽക്കുകയാണ് അവർ. മാത്രല്ല, പിന്നെ അവര് തന്നെ പുറപ്പെട്ട് വന്ന തന്നെ എന്തുകൊണ്ടാ? ആണുങ്ങൾ വീട്ടിലില്ലാത്തത് കൊണ്ടാ. ഉള്ള ആണ് ഉപ്പയാണ്, ഉപ്പാക്കാണെങ്കിൽ പ്രായം ഏറെയായി എന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കുകയാണ്. മാത്രല്ല, അദ്ദേഹം എന്തു ചെയ്തു? വേഗം അവർക്ക് വേണ്ട ആടുകൾക്ക് വേണ്ട വെള്ളം കുടിപ്പിക്കുകയാണ്. നമുക്കതിലൊരു വലിയ പാഠമുണ്ട്. ഒരു മുസ്ലിമിന്റെ മുഖമുദ്രയാണിത്. ഒരു മുസ്ലിം, ഒരാൾ കഷ്ടപ്പെടുന്നു, ഒരാൾ ഒരു കാര്യത്തിന് ആവശ്യക്കാരനാണെന്ന് വന്നാൽ ആ ആവശ്യം നിറവേറ്റിക്കൊടുക്കാൻ തന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അമാന്തിക്കരുത്, അവിടെ നിന്ന് വഴിമാറിപ്പോകരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നു? അദ്ദേഹം അവർക്ക് വേണ്ട സഹായം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രോത്സാഹിപ്പിച്ചതാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ റബ്ബിന് ജനങ്ങളോട് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അൻഫഉഹും ലിന്നാസി, ജനങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്യുന്നവരോടാണ് അല്ലാഹുവിന് ഏറെ ഇഷ്ടം. പരോപകാര മനസ്ഥിതിയുള്ളവരോട് അല്ലാഹ്ക്ക് ഏറെ ഇഷ്ടമാണ്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമൊന്നുമല്ല, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വളരെ പരമപ്രധാനമായ കാര്യമാണ്. ഒരാൾക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ സഹായത്തിന് ആവശ്യക്കാരനാണ് അയാളെന്ന് കണ്ടാൽ തന്നെ കൊണ്ട് എന്താണോ കഴിയുക അത് ചെയ്തു കൊടുക്കുക. ഇവിടെ മൂസ അലൈഹിസ്സലാം ഒന്നും ചിന്തിച്ചില്ലല്ലോ. ഫസഖാലഹുമാ, അല്ലെങ്കിൽ എന്ത് കുടുംബബന്ധായി പെണ്ണുങ്ങളായിട്ടുള്ളത്? എന്താണ് ആ നാട്ടിൽ അദ്ദേഹത്തിന് അവിടെ പരിചയക്കാരുള്ളത്? അദ്ദേഹം ഒരു പെണ്ണുങ്ങൾ, രണ്ട് പെണ്ണുങ്ങൾ നിസ്സഹായരായിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അദ്ദേഹം അവരെ സഹായിക്കണം. ഇതൊരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട ചിന്താഗതിയായിരിക്കണം. പ്രയാസപ്പെടുന്നിടത്ത് ഒരു കൈ താങ്ങ് സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുന്നാസി ഇലല്ലാഹ്, ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്യുന്നവരോടാണ്. ജനങ്ങളോട് ഏറ്റവും ഉപകാരം ചെയ്യുന്ന പരോപകാരികളെ അല്ലാഹ് ഏറെ ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി, അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടകരമായ പ്രവർത്തികളിൽ പെട്ടതാണ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ഖൽബിലേക്ക് നിനക്കൊരു സന്തോഷം പ്രവേശിപ്പിക്കാൻ കഴിയുമെങ്കിൽ, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക. ഒരു മുസ്ലിം ദുഃഖിച്ചിരിക്കുകയാണ്, ഒരു മുസ്ലിം ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്, അവന് നിന്നാലാകുന്ന നിലക്കുള്ള ഒരു സന്തോഷം എന്തെങ്കിലും ഒരു വാക്കിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ അയാൾക്കൊരു മനസ്സിനൊരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ വിഷമങ്ങൾ നീ നീക്കാൻ വേണ്ടി നീ പണിയെടുക്കുന്നു, അല്ലെങ്കിൽ അവന്റെ കടത്തിൽ നിന്ന് അല്പമെങ്കിലും ഒരു ആശ്വാസം നൽകാൻ നീ ചെയ്യുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന്നംശിയ മഅഖിയൽ മുസ്ലിമ ഫീ ഹാജത്തിൻ,
ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൂടെ ഞാൻ നടന്നു പോകലാണ്. ഫീ ഹാജത്തിൻ, അവന്റെ ഒരാവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മുസ്ലിമിന്റെ കൂടെ ഞാൻ നടക്കലാണ്. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് അതാണ്. മിന്നൻ അഅ്തഖിഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റാ, ഈ മദീനത്തെ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമാണ് ഒരു മുസ്ലിം സഹോദരന്റെ പ്രശ്നത്തിന് വേണ്ടി അത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി അവന്റെ കൂടെ നടന്നു പോകലാണ്. ഈ മദീനത്തെ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരമായത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്രത്തോളം പുണ്യാണ് ഒരാളെ സഹായിക്കുക, ഒരാളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് എന്തെങ്കിലും പരിഹാരത്തിന് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അതൊക്കെ ഇസ്ലാം ഒരു വല്ലാത്ത വലിയ സൽക്കർമ്മവും വലിയ പുണ്യവുമായിട്ടാ പറയുന്നത്. പല ആളുകളും തെറ്റിദ്ധരിച്ചത് നിസ്കാരം, എഴുത്തിക്കാഫ്, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അള്ളാഹ് പറയുന്നത് അതൊക്കെ സൽക്കർമ്മങ്ങളാണ്, ചെയ്യേണ്ടതാണ്. പക്ഷേ ജനങ്ങളുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് മുഖം തിരിക്കുന്നവൻ അവന്റെ ദീന് പൂർണ്ണമല്ലെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ സുപരിചിതമായ ഒരു അധ്യായം തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. നബിയെ, താങ്കൾ കണ്ടില്ലയോ ആരെ സംബന്ധിച്ച് ദീനിനെ കളവാക്കുന്നവനാരാണ്? മതനിഷേധി, ദീനിനെ കളവാക്കുന്നവൻ അവനാരാണ്? അല്ലദീ യദുഉൽ യതീമ, ആവശ്യക്കാരനായ പാവപ്പെട്ട അനാഥ കുട്ടിയെ ആട്ടിക്കളയുന്നവൻ, തള്ളിക്കളയുന്നവൻ. വലാ യഹുദ്ദു, അവൻ പ്രേരിപ്പിക്കുക പോലുമില്ല. അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടേണ്ട കാര്യത്തിൽ അവൻ ഭക്ഷണം കൊടുക്കുന്നത് പോയിട്ട് കൊടുക്കാൻ കഴിവുള്ളവരോടൊരു നല്ല വാക്ക് പറഞ്ഞ് കൊടുപ്പിക്കാൻ ഒരു പ്രേരണ പോലും നൽകാൻ മനസ്സില്ലാത്തവൻ, അവന്റെ ദീന് പൂർണ്ണല്ലാന്നാ പറയുന്നത്. ഇസ്ലാമിൽ ഒരാളെ സഹായിക്കുക, പരോപകാരിയാവുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ടാ പറയുന്നത്. മദീനത്തെ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാണ് എനിക്കേറെ ഇഷ്ടം ഒരു പ്രയാസപ്പെടുന്ന ഒരാളുടെ കാര്യം പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി ഒപ്പം നടക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ എത്രത്തോളമാണ് അതിന്റെ മഹത്വം എന്ന് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഉടനെ ചെയ്തത്. ആവശ്യം കണ്ടറിഞ്ഞു ഉടനെ പ്രയാസപ്പെടുകയാണ് ഈ രണ്ട് സ്ത്രീകൾ. പാവം ഉപ്പയാണ് വീട്ടിലുള്ളത്. എത്ര നേരം കഴിയണം ഇവരുടെ ആടുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ. ഫസഖാലഹുമാ, ഒന്നും ചിന്തിച്ചിരുന്നില്ല, ഉടനെ കയറി ആ മല്ലന്മാരായ ആളുകളുടെ മുമ്പിൽ തിക്കിത്തിരക്കി. നല്ല ശക്തന്മാർക്കല്ലാതെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തിക്കിത്തിരക്കി വെള്ളം മുക്കാൻ കഴിയില്ല. അത്ര മല്ലന്മാരാണ് അവിടെ കുഴി നിൽക്കുന്നത്. അവരുടെ ഇടയിൽ നിന്ന് ശക്തി ഉപയോഗിച്ച് തന്നെ വെള്ളം കോരിയെടുത്ത് കുടിപ്പിക്കുകയാണ്. മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ആ ത്യാഗം. വീണ്ടും അതിന്റെയൊക്കെ പുണ്യം നമുക്ക് ഹദീസുകളിൽ കാണാം. വമൻ മശാ മഅ അഖീഹി ഫീ ഹജത്തിൻ ഹത്താ തഹയ്യ ലഹു അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. ആരെങ്കിലും തന്റെ സഹോദരന്റെ കൂടെ നടന്നാൽ ഫീ ഹാജത്തിൻ, ആ സഹോദരന്റെ ഒരാവശ്യം ശരിയാക്കി കൊടുക്കാൻ, ഹത്താ തഹയ്യ ലഹു, അങ്ങനെ അവന്റെ ആ കാര്യം പൂർണ്ണമാക്കി ശരിയാക്കി കൊടുക്കുന്നത് വരെ അവന്റെ കൂടെ നടക്കുന്നവന് അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം, പാദങ്ങൾ ഇടറുന്ന മഹ്ശറാ ഭൂമിയിൽ അവന്റെ പാദത്തെ റബ്ബ് സ്ഥിരീകരിച്ച് ഉറപ്പിച്ചു നിർത്തും. മഹ്ശറിൽ വലിയ പുണ്യമുള്ളൊരു കാര്യമാണ്. ഒക്കെ നിസ്സാരമായ പല കാര്യങ്ങളും സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെയൊക്കെ മുമ്പിൽ വരും. ഒരാളിപ്പോ നിങ്ങളൊരു യാത്ര ചെയ്യണം, ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ എയർപോർട്ടിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല പാവങ്ങൾ ആദ്യം വരികയാവും. അവർക്ക് ഈ ഫോം ഫില്ലപ്പ് ചെയ്യാനും അറിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒന്നും അറിയില്ല, അവരിങ്ങനെ നടക്കുക, എന്താ ചെയ്യേണ്ടത്, എവിടുക്കാ പോകേണ്ടത് നോക്കി. ധാരാളം നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവും അങ്ങനെ. ഒരല്പനേരം നമുക്കൊരു സമയമുണ്ടെങ്കിൽ അത്തരം ദുർബലരായ ആളുകളെ കാണുമ്പോൾ അവരുടെ നോട്ടവും അവരുടെ പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യം പോവുകയാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ള ബേജാറിലാണ്.
മനസ്സിനൊന്ന് ആശ്വാസം കൊടുത്തിട്ട് പേടിക്കേണ്ട, എന്റെ കൂടെ നിന്നോളൂ, നിങ്ങളെ ഫോം എടുത്ത് തരും, ഞാൻ ഫില്ല് ചെയ്ത് തരാം, നമ്മളതിന് സൗകര്യം. ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷത്തെ തുദ്ഖിലുഹു വലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിലേക്ക് ഒരു സന്തോഷം പ്രവേശിപ്പിക്കാൻ കഴിയും. നമുക്കതിന് വല്ല ചെലവുണ്ടോ? ഒരു നല്ല മനസ്ഥിതി ഉണ്ടായ പോലെ. ഒരാൾക്കറിയില്ല, ഒരു ഓഫീസിൽ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അയാൾ ഇങ്ങനെ വിഷമിക്കാണ്, ക്യൂല് നിൽക്കുകയാണ്, 4 ഭാഗം നോക്കുന്നുണ്ട്, ആരെങ്കിലും പരിചയക്കാരുണ്ടോ? ആരുമില്ല. അത്തരം ഒരു ഘട്ടം ഇവിടെ നാടുകളിലൊക്കെ, എവിടെ ഏത് സ്ഥലങ്ങളിലാവട്ടെ, പല ഓഫീസുകളിലും എന്ത് ചെയ്യണമെന്നറിയാതെ പലരും ഇങ്ങനെ നെട്ടോട്ടമോടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആ സഹോദരന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ നമ്മെ കൊണ്ടാകുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നത് അള്ളാന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കുവാനുള്ള ഒരു മാനസികമായ അവസ്ഥ തീർച്ചയായും സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഒരു വണ്ടി പ്രയാസപ്പെട്ട് നിൽക്കേണ്, എന്തോ കേടുണ്ട്, ഒരാളുടെ സഹായം അവിടെ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് വലിയൊരു തിരക്കൊന്നുമില്ല, ഒന്ന് നിന്നാൽ, ഒരു കൈ സഹായിച്ചാൽ അയാൾ രക്ഷപ്പെടും, അയാൾക്കത് വലിയ ഉപകാരമാകും. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കൺമുമ്പിൽ വരും. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വരും. അവിടെയൊക്കെ കണ്ണടച്ച് മാറിപ്പോകുന്നതിന് പകരം അവനവനെ കൊണ്ട് ചെയ്യാൻ എന്താണോ കഴിയുന്നതെങ്കിൽ ഒരു കൈ സഹായിക്കുന്നുവെങ്കിൽ അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ വലിയൊരു സൽക്കർമ്മം ചെയ്ത് മഹാനവറുകൾ ആ നിലക്ക് മനുഷ്യന്റെ മനസ്സിൽ ഒരു സമാധാനം കൊടുത്ത് ആ സ്ത്രീകൾ അതുമായി കൊണ്ട് മടങ്ങിപ്പോവുകയാണ്. മഹാനായ പ്രവാചകൻ അവരോട് മറ്റൊന്നും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ എവിടത്തുകാരാണ്, എവിടെയാണ്, എന്താ വീട്ടിലെ വിശേഷങ്ങൾ, അതൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രശ്നമെന്ത്, എന്തേ ഇങ്ങനെ വിട്ടു നിൽക്കുന്നതെന്നേ ചോദിച്ചുള്ളൂ. അവരാണ് ബാക്കിയൊക്കെ പറഞ്ഞത്, മറ്റൊന്നും ആരാഞ്ഞിട്ടില്ല, സ്ത്രീകളോട് സംസാരത്തിന് പോയിട്ടില്ല. ഉടനെ അദ്ദേഹം ഒരു തണലത്തേക്ക് മാറി നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്, റബ്ബേ ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, എന്റെ നേരെ ഗുണമായിട്ടുള്ള എന്തും നീ എന്ത് തന്നാലും വല്ലതും നീ എനിക്ക് ഖൈർ ഇറക്കി തരുന്നതിന് ഇപ്പോൾ നിശ്ചയമായും ഞാൻ ആവശ്യക്കാരനാണ്. റബ്ബേ നീ എന്നെ സഹായിക്കണേ. മഹാനായ പ്രവാചകന്റെ മനസ്സ് തട്ടിയിട്ടുള്ള ഹൃദയസ്പർശിയായ ദുആ അല്ലാഹു ഉടനെ സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാവി സുരക്ഷിതമാകുന്ന നിലക്ക്, സമാധാനപൂർണമായ ഒരു ജീവിതം അദ്ദേഹത്തിന്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടുന്ന നിലക്ക് ഉടനെ അള്ളാഹു ആ ദുആക്ക് ഒരു ഇജാബത്ത് കൊടുക്കുകയാണ്. ആ ദുആക്ക് റബ്ബ് ഉടനെ ഉത്തരം കൊടുക്കുന്നു. അദ്ദേഹം ആ തണലത്ത് മാറിയിരുന്ന് പ്രാർത്ഥിച്ച് തീരുന്നതിന്റെ താമസം കുറച്ച് കഴിയുമ്പോഴേക്ക് അദാ ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ, فجاءته إحداهما تمشي على استحياء قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين فجاءته إحداهما, നേരത്തെ അദ്ദേഹം ആടുകൾക്ക് വെള്ളം മുക്കിക്കൊടുത്ത ആ 2 സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ട്, ഇങ്ങനെ വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫജാഅതുഹു, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. ഇഹ്ദാഹുമാ, 2 സ്ത്രീകളിൽ ഒരു സ്ത്രീ, തംശി, അവൾ ഇങ്ങനെ നടന്നു വരികയാണ്, അലസ്തിഹ്യാ, വളരെ നാണിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. അതൊരു പെണ്ണിന്റെ മുഖമുദ്രയാണ്. ഒരു സ്ത്രീക്കുണ്ടായിരിക്കേണ്ട ഗുണമാണ് ലജ്ജാശീലം. ആർക്കും ഉണ്ടാകേണ്ടതാണ് ലജ്ജാശീലം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജ കൊണ്ട് നന്മയല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. ലജ്ജ നല്ലതേ വരുത്തൂ, പക്ഷേ വേണ്ടാത്തിടത്ത് ലജ്ജിക്കരുത് എന്ന് ഇസ്ലാം വേറെ പഠിപ്പിക്കുകയും ചെയ്തു. ലജ്ജയും നാണവുമൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. വേണ്ടിടത്താണ് ലജ്ജിക്കേണ്ടത്, നാണം വേണ്ടത്. വേണ്ടാത്തിടത്ത് ലജ്ജ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബികളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ദീനിന്റെ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നതിൽ ഒരു ലജ്ജയും സഹാബാക്കൾ കാണിച്ചിട്ടില്ല. ദീനീ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നതിൽ സഹാബ വനിതകൾ പോലും നാണിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പലപ്പോഴും അവരെ പുകഴ്ത്തി പറയാറുണ്ട്,
നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, മദീനയിലെ അൻസാരികളായ പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാണ്, മദീനയിലെ അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ല സ്ത്രീകളാണ്. എന്താണ് കാരണം? ഫഇന്നഹുന്ന, നിശ്ചയമായും ആ സ്ത്രീകൾക്കൊരു ഗുണമുണ്ട്. ലം യംനഉഹുന്നൽ ഹയാ, അവർക്കൊരിക്കലും ലജ്ജ തടസ്സമാകാറില്ല. മിന്നൻ യതഫഖഹന ഫിദ്ദീൻ, മതപരമായ കാര്യത്തിൽ അവർക്ക് അറിവില്ലാത്തത് ചോദിച്ചു പഠിക്കുന്നതിന് അവർക്കൊരിക്കലും ലജ്ജ തടസ്സമാകാറില്ല. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ മദീനയിലുള്ള അൻസാരി പെണ്ണുങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പറയാണ്, വിവരമില്ലാത്തൊരു കാര്യം ഒരാളോട് ചോദിച്ചു പഠിക്കുന്നതിൽ ലജ്ജയുണ്ടാകേണ്ടതില്ല. മഹാന്മാരായ സ്വഹാബത്തിൽ നിന്നുള്ള ഉദ്ധരണികളിൽ നമുക്ക് കാണാൻ സാധിക്കും, രണ്ടു വിഭാഗം ആളുകൾ പുതിയതൊന്നും പഠിക്കുകയില്ല. രണ്ട് വിഭാഗം ആളുകൾ പുതിയതൊന്നും പഠിക്കുകയില്ല. ഒന്ന് അൽ മുതകബ്ബിർ, അഹങ്കാരി പുതിയതൊന്നും പഠിക്കൂല. കാരണം അവന്റെ മനസ്സിലെന്താ, ഞാനെന്താ പത്ര ചോദിക്കാനുള്ളത്, ഇന്നേക്കാണ് എന്താ പ്രത്യേകത അയാൾക്കുള്ളത്, എനിക്കെല്ലാം അറിയാം, എനിക്ക് ആരോടും ചോദിക്കേണ്ടതില്ല, ആര് പറയുന്നതും കേൾക്കേണ്ടതില്ല, ഇനി എനിക്ക് പഠിക്കേണ്ടതില്ല, ഞാൻ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് മതി എനിക്ക്, മരണം വരെ ഞാളൊന്നും പഠിക്കൂല. കിബിറുള്ളവൻ ഇനി കൂടുതൽ പഠിക്കൂല. കാരണം ചോദിക്കാൻ അവന്റെ മനസ്സിൽ വിനീതത്വം വേണ്ടേ, ചോദിക്കൂല, അവൻ പഠിക്കൂല, കാരണം കിബിർ സമ്മതിക്കുന്നില്ല. രണ്ടാമതായി പണ്ഡിതന്മാർ പറയാണ്, സഹാബിയുടെ ഉദ്ധരണിയിൽ കാണാം, രണ്ടാമത്തെ സ്വഭാവം മുസ്തഹീൻ. ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹീൻ വലാ മുസ്തക്ബിറുൻ. മുസ്തക്ബിറാണ് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി മുസ്തഹീൻ, ലജ്ജയുള്ളവരും ഒന്നും പഠിക്കൂല. ലജ്ജയുള്ളവനും പുതിയവരൊന്നും പഠിക്കൂല. കാരണം അവന് ചോദിക്കാൻ നാണാണ്. ഞാൻ ഇപ്പൊ ചോദിച്ചാലേ എനിക്ക് മോശല്ലേ, ഇത്ര കാലായിട്ട് ഇയാൾക്ക് ഇതുപോലും അറിയില്ലായിരുന്നു എന്ന് അയാൾ ചിന്തിക്കൂലേ? അപ്പൊ എന്നെ സംബന്ധിച്ചൊരു മോശല്ലേ ചിന്തിക്കുക. ഞാനിങ്ങനെ ആലോചിക്കണം, ഞാൻ നിങ്ങളെ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു മൗലവി ഒരു കാര്യം അറിയില്ല, വേറൊരു പണ്ഡിതനോട് ചോദിക്കുമ്പോൾ ഇത്ര കാലമായിട്ട് ഇയാൾ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നു, ഇയാൾക്ക് ഇതുവരെ അറിയാത്ത ആളാ എന്ന് വരെ ചിന്തിക്കൂല എന്ന് വിചാരിച്ച് എനിക്കറിയാത്തൊരു കാര്യം അറിവുള്ള ഒരാളോട് ചോദിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നുവെങ്കിൽ അത് എനിക്ക് വിവരം തടസ്സപ്പെടുത്തുന്ന, എനിക്ക് ഇൽമ നിഷേധിക്കപ്പെടുന്ന ദുസ്വഭാവമാണെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ ലജ്ജ പാടില്ല, കിബിറും പാടില്ല. കിബിറുണ്ടായ പിന്നെ എനിക്കൊന്നും പഠിക്കേണ്ടതില്ല, ഒക്കെ ഞാൻ പഠിച്ച് ഞാനെല്ലാം തികഞ്ഞ ആലിമാണ്, എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചാലോ അവനും പഠിക്കൂല. അതുകൊണ്ട് ലജ്ജ ഇസ്ലാമിൽ ആവശ്യമാണ്. പക്ഷേ വേണ്ടിടത്താണ് ലജ്ജ വേണ്ടത്, വേണ്ടാത്തരത്തിൽ ലജ്ജിക്കരുത്. തിന്മ ചെയ്യാൻ ലജ്ജ വേണം, പാപം ചെയ്യാൻ ലജ്ജ വേണം, അതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. ആണുങ്ങളുടെ മുമ്പിൽ സ്ത്രീകൾ ലജ്ജയോടെ പെരുമാറണം, പുരുഷന്മാർക്ക് ലജ്ജ വേണം, എല്ലാവർക്കും വേണം. ഇവിടെ കണ്ടോ, ആ പുരുഷനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ആ സ്ത്രീ നടന്നു വരുന്നതിന്റെ വിശേഷണം അല്ലാഹു പറഞ്ഞെടുത്ത് തംശീ അലസ്തിഹ്യാ, അവൾ വളരെ ലജ്ജയോടെ നടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് പങ്കെടുത്ത് പിരിഞ്ഞു പോകുന്ന സ്ത്രീകളോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ വഴി മധ്യത്തിലൂടെ നടന്നു പോകരുത്. അലൈകുന്ന ബിഹാഫാത്തി തുറുഖി, നിങ്ങൾ വഴിയുടെ ഓരം പറ്റി നടന്നു പോകണം. ആണുങ്ങൾ കൂടി നടക്കുന്ന വഴിയുടെ മധ്യത്തിലൂടെ നിങ്ങൾ നടന്നു പോകരുത് എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. എന്തിനാ? ഇടകലരിൽ അത്രയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലജ്ജയും അതുപോലെ തന്നെ ഇസ്ലാമികമായ ബോധങ്ങളും ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ നമ്മോട് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. എന്നിട്ട് കാലത്ത് ആ സ്ത്രീ വന്നുകൊണ്ട് മൂസാ അലൈഹിസ്സലാമിനോട് പറയാണ്, ഇന്ന അബീ യദഊക, എന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു. ഒന്നും പറഞ്ഞില്ല, എന്റെ പിതാവ് നിങ്ങളെ വിളിക്കുന്നു. ലിയജ്സിയക, നിങ്ങൾക്ക് പ്രതിഫലം തരാൻ വേണ്ടി. അജ്റമാ സഖൈതലനാ, ഞങ്ങൾക്ക് നിങ്ങൾ വെള്ളം കോരി തന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്റെ ഉപ്പ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഒരാളൊരു പ്രതിഫലം, ഒരു നന്മ നമുക്ക് ചെയ്തു തന്നാൽ അതിനൊരു ഉപകാരം ചെയ്യൽ നമ്മുടെ ഒരു കടമയാണ്. ഒരാൾ നമുക്കൊരു നല്ല കാര്യം ചെയ്തു തന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പഠിപ്പിച്ചു, മൻ സുനിഅ ഇലൈഹി മഅറൂഫ്, ആർക്കെങ്കിലും ആരിൽ നിന്നെങ്കിലും ഒരു ഉപകാരം കിട്ടിയാൽ,
ഉപകാരപരമായൊരു നല്ല കാര്യം ഒരാളിൽ നിന്ന് ഒരാൾക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ ഫഖാല ലിഫാഇലിഹി, അത് ചെയ്തു തന്നയാളോട് ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു താങ്കൾക്ക് നന്മ പ്രതിഫലം തരട്ടെ എന്ന് പറയുകയെങ്കിലും ചെയ്യണം. എങ്കിൽ ഫഖദ് അബ്ലഗ ഫിസ്സനാ, ഏറ്റവും നല്ല രൂപത്തിൽ അവൻ ആ കാര്യം നിർവഹിച്ചു കഴിഞ്ഞു. ജസാക്കല്ലാഹ് എന്ന് മാത്രം, ജസാക്കല്ലാഹു ഖൈറാ. ജസാക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചുരുക്കാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു താങ്കൾക്ക് നന്മ തരട്ടെ, അല്ലാഹു താങ്കൾക്ക് നന്മ പ്രതിഫലം തരട്ടെ. ഇവിടെ ഈ പിതാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ എന്റെ മക്കളുടെ പ്രയാസം കണ്ടറിഞ്ഞ് സഹായിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ തീർച്ചയായും അത് നല്ല മനുഷ്യനാവാതിരിക്കുകയില്ല. അതുകൊണ്ട് മോളെ പറഞ്ഞേക്കുകയാണ്, വിളിപ്പിക്കുന്നു. ഇന്നബി യദഊക, എന്റെ പിതാവ് നിങ്ങളെ വിളിക്കുന്നു. ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. മൂസാ അലൈഹിസ്സലാം നടന്നു പോവുകയാണ് ആ സ്ത്രീയുടെ കൂടെ. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർ നടന്നു പോകുമ്പോൾ പോലും വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്ത്രീയോട് പറഞ്ഞു, എന്റെ പിന്നിൽ നടക്കുക, ഞാൻ മുന്നിൽ നടക്കാം, എനിക്ക് പിന്നിൽ നിന്ന് വഴി നിർദ്ദേശിച്ചു തരിക. മുന്നിൽ ഒരു സ്ത്രീ മുന്നിലും ഒരു പുരുഷൻ പിന്നിലുമായി നടന്ന് കാറ്റടിക്കുമ്പോഴോ അതല്ലെങ്കിൽ ആ രൂപത്തിലോ ഏതെങ്കിലും നിലക്ക് അവരുടെ ഔറത്തോ അതല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തിലോ പുരുഷന്റെ കണ്ണ് വരാതിരിക്കാൻ സൂക്ഷ്മതയോടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ പിറകിൽ നടത്തിയിട്ട് മൂസാ അലൈഹിസ്സലാം മുന്നിൽ നടന്നു എന്നാണ്. അങ്ങനെ പിതാവിന്റെ സമീപത്തേക്ക് രണ്ടാളും കടന്നു ചെല്ലുകയാണ്. ഫലമ്മാ ജാഅഹു, പിതാവിന്റെ അടുക്കലേക്ക് മൂസാ അലൈഹിസ്സലാം കടന്നു ചെന്നപ്പോൾ വഖസ്സ അലൈഹിൽ ഖസസ, നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. അവിടെയുള്ള വൃദ്ധനായ ആ പിതാവിന് തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സംഭവങ്ങൾ, ഈജിപ്തിലാണ് താമസിച്ചത്, അവിടെ നിന്ന് ഇങ്ങനെ ഒരു കൈപ്പിഴ പറ്റി, അബദ്ധം പറ്റി, അങ്ങനെ എന്നെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതാണ്, ഒരുപാട് ദൂരം താണ്ടിയിട്ട് ഞാൻ ഇവിടെ എത്തിയതാണ് എന്നൊക്കെ തന്റെ കഴിഞ്ഞകാല ഹിസ്റ്ററി, ചരിത്രം മൂസാ അലൈഹിസ്സലാം വൃദ്ധനായ പിതാവിന്റെ മുമ്പിൽ വിശദീകരിച്ചു കൊടുത്തു. ആ സമയത്തോടനെ സമാധാനിപ്പിക്കുകയാണ് ആ പിതാവ് ഉടനെ സമാധാനിപ്പിക്കുകയാണ്. പേടിച്ചു വരുന്ന ഒരാൾക്ക് ആദ്യം കൊടുക്കേണ്ടത് മനസ്സിന്റെ ആശ്വാസമാണ്. പേടിച്ചു വരുന്ന ഒരാൾക്ക് ആദ്യം നൽകേണ്ടത് ആശ്വാസത്തിന്റെ വാക്കാണ്. മൂസാ നബിയോട് ആ വൃദ്ധനായ പിതാവ് ഉടനെ തന്നെ പ്രതികരിക്കുന്നു, ലാ തഖഫ്, ലാ തഖഫ്, പേടിക്കണ്ടട്ടോ, പേടിക്കണ്ട കേട്ടോ, ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടേക്ക് അവരെ ശല്യമൊന്നും ഉണ്ടാവില്ല, ഇവിടേക്ക് അവരാരും വരൂല്ല, കൊണ്ട് പേടിക്കണ്ടട്ടോ എന്ന് പറഞ്ഞ് ആ മൂസാ അലൈഹിസ്സലാമിനെ ഈ വൃദ്ധനായ പിതാവ് ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആരായിരുന്നു ഈ വൃദ്ധനായ പിതാവ്? ഈ വൃദ്ധനായ പിതാവ് ആരായിരുന്നു? ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായമുണ്ട്. ഒരു കൂട്ടം പണ്ഡിതന്മാര് പറഞ്ഞത് അത് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം, മദിയനിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ ശുഐബ് അലൈഹിസ്സലാം എന്ന നബിയായിരുന്നു ഈ വൃദ്ധനായ പിതാവ്. ഒരു കൂട്ടം ആളുകൾ ആ അഭിപ്രായക്കാരാണ്. എന്നാൽ വേറൊരു കൂട്ടം പണ്ഡിതന്മാര് പറയുന്നത് അത് ശരിയല്ല. ശുഐബ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് മൂസാ അലൈഹിസ്സലാം വരുന്നതിന്റെയും ഒരു 9 തലമുറകൾക്കപ്പുറത്താണ്. ഒരുപാട് ദൂരമുണ്ട്, ഒരുപാട് കാലഘട്ടമുണ്ട്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ കാലത്ത് ജീവിച്ച ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ പിന്നീട് വന്ന ശുഐബ് അലൈഹിസ്സലാം എന്ന പ്രവാചകൻ ജനങ്ങളോട് പറയുന്നുണ്ട്, വമാ ഖൗമു ലൂത്തിൻ മിൻകും ബിബഈദ്, ഓ മദിയൻ നിവാസികളെ, നിങ്ങൾ അള്ളാന്റെ കൽപ്പന സൂക്ഷിച്ച് ജീവിക്കണേ, ധിക്കാരികളായി നിങ്ങൾ ജീവിക്കല്ലേ. കാരണം തെമ്മാടിത്തം കാണിച്ചാൽ റബ്ബ് വെറുതെ വിടൂല. ഇതേ യൂത്ത് അലൈഹിസ്സലാമിന്റെ ജനത ശിക്ഷിക്കപ്പെട്ടത് നിങ്ങളിൽ നിന്നും വളരെ ദൂരെയല്ലല്ലോ, വളരെ അടുത്തല്ലേ.
അപ്പൊ ലൂത്ത് അലൈഹിസ്സലാമിന്റെ കാലത്തിന്റെ ശേഷം ഉണ്ടായ നബിയാണ് ശുഐബ് അലൈഹിസ്സലാം. അതുകൊണ്ട് ആ പ്രവാചകൻ ഒരിക്കലും ആവില്ല. എത്രയോ ഇടവേള അതിന്റെ മുമ്പിൽ ഉണ്ട്, അതിന്റെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ ആ അഭിപ്രായത്തെ ധാരാളം പണ്ഡിതന്മാർ അത് തള്ളിക്കളഞ്ഞിരിക്കുകയുമാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ ഒന്നും ഉറപ്പിച്ചു പറയണ്ട, ശുഐബ് നബിയാണെന്നും പറയണ്ട, അല്ലാന്നും പറയണ്ട. മഹാനായ ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ അഭിപ്രായം അതാണ്, അസ്സവാബു അന്ന ഹാദാ ലാ യുദ്റകു ഇല്ലാ ബിഖബരിൻ. ഇത് നമുക്ക് ഏതെങ്കിലും ഒന്ന് ഖണ്ഡിതമായി പറയണമെങ്കിൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് വേണം, അതല്ലെങ്കിൽ ആയത്തിൽ പരാമർശം വേണം. വലാ ഖബർ ഈ വിഷയത്തിൽ തെളിവ് പിടിക്കാവുന്ന നിലക്കുള്ള ഒരു കൃത്യമായ രേഖ നമുക്ക് വന്നു കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ആടുകളെ മേക്കാൻ മൂസാ നബി അലൈഹിസ്സലാം 10 കൊല്ലം അവിടെ ചെലവഴിച്ചു എന്നൊക്കെ. അങ്ങനെ നമ്മൾ പറയാൻ പോകണ്ട. കാരണം അത് ശുഐബ് നബിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ തെളിവുകളില്ല. ഒന്നുകിൽ അത് ഖുർആൻ പറയണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആ ശുഐബ് നബി അല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാര് പല തെളിവുകളും ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് അവര് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടികൾ വന്നിട്ട് മുസനബിയോട് പറയില്ലേ, ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങളുടെ പിതാവായ പ്രവാചകൻ അള്ളാന്റെ റസൂല് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് ആ പെൺകുട്ടികൾ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടികൾ പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, അത് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ പെൺമക്കളാണെങ്കിൽ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടതിന്റെ ശേഷം പിന്നെ ശുഐബ് നബിയും വിശ്വാസികളും മാത്രാ ലോകത്ത് ബാക്കിയുള്ളത്. അങ്ങനത്തെ മോമിനീങ്ങളായ ആളുകൾ ഒരിക്കലും അവരുടെ നബിയുടെ പെൺമക്കളെ ഉപദ്രവിക്കില്ല. മുഅ്മിനീങ്ങളായ വിശ്വാസികൾ ഒരിക്കലും അവരുടെ പ്രവാചകനായ ആ കുടുംബത്തിന്റെ പെൺമക്കളെ അവർക്ക് വെള്ളം കിട്ടാനൊക്കെ തടസ്സമായിട്ട് ഒരു ഭാഗത്തേക്ക് എന്നും ഇങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരോട് അനീതി ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ടാവില്ല. അങ്ങനെയുള്ള പല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ധാരാളം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇത് ശുഐബ് നബി അലൈഹിസ്സലാം അല്ല, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ട പിൽക്കാല സന്തതികളിൽപ്പെട്ട ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. ഇങ്ങനെ രണ്ടഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് അത് ശുഐബ് നബിയാണെന്ന് ഉറപ്പിച്ചാരും പറയേണ്ടതില്ല. അപ്പൊ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ആ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വീട്ടിൽ വെച്ച് ഈ സംസാരമൊക്കെ നടക്കുകയാണല്ലോ. പിതാവുമായിട്ട് ഈ സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷം അത് പറയുന്നതിനിടയിൽ ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ. ആ പെൺമക്കളിൽ ഒരാൾ പറഞ്ഞു, ഖാലത് ഇഹ്ദാഹുമാ, ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു, യാ അബതി, എന്റെ പൊന്നു പിതാവേ, ഇസ്തഅ്ജിർഹു, ഇദ്ദേഹത്തെ നമുക്ക് വീട്ടിൽ കൂലിവേലക്ക് വെക്കാം, ഇദ്ദേഹത്തെ നമുക്ക് വീട്ടിൽ കൂലിവേലക്ക് വെക്കാം. കാരണം ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർത, നിശ്ചയമായും താങ്കൾ കൂലിക്ക് വിളിക്കുന്ന വേലക്കാരിൽ ഏറ്റവും നല്ലത് അൽ ഖവിയുൽ അമീൻ, നല്ല ശക്തിയും നല്ല വിശ്വസ്തതയുമുള്ള ആളാണ് കൂലിക്ക് വെക്കാൻ നല്ലത്. കൂലിക്ക് ഒരാളെ വിളിക്കുമ്പോ, ഒരാൾക്ക് ജോലി നൽകുമ്പോ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട 2 പവറാണ് ആ സ്ത്രീ പറഞ്ഞത്. ഒന്ന്, ഏറ്റെടുക്കുന്ന ജോലി നിർവഹിക്കാനുള്ള കരുത്ത് ഉണ്ടാവണം. ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും ഒക്കെ അതിനുള്ള കരുത്ത് വേണം. ഏതൊരു ജോലി ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ 2 സ്വഭാവങ്ങൾ അയാൾ ഉണ്ടോന്നാ നോക്കേണ്ടത്. ഒന്ന്, കവിയാണോ, എന്താണോ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആ ജോലി നിർവഹിക്കാൻ അയാൾ ശക്തനാണോ. 2, അൽ അമീൻ, ശക്തന്മാരെ മുഴുവനും ഏൽപ്പിച്ചുകൂടാ, വിശ്വസ്തനാണോ. അയാൾ വഞ്ചന നടത്തുമോ, കളവ് നടത്തുമോ, അതുപോലെ തന്നെ പറ്റിക്കുമോ,
ചതി നടത്തുമോ? അതുകൊണ്ട് കവിയാണോ അമീനാണോ, ഈ രണ്ട് ഗുണങ്ങളും ഇയാളിൽ ഞാൻ കാണുന്നു എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത്. കാരണം അതവര് മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്ന്, ഇത്രയും മല്ലന്മാരായ ആളുകൾക്കിടയിലേക്ക് ധൈര്യസമേതം ഒരു വിദേശി കടന്നു ചെന്നിട്ട് അവരെയൊക്കെ തിക്കിത്തിരക്കിയിട്ട് ആ വെള്ളം എടുത്തു കൊടുക്കണമെങ്കിൽ നല്ല പവർ വേണം. അതുകൊണ്ട് തന്നെ ശാരീരികമായി നല്ല കരുത്തുള്ളയാളാണ്. അൽ-അമീൻ, വിശ്വസ്തനാണ്. കാരണം ഞങ്ങളോട് രണ്ടാളോടും ഒരു വാക്ക് അദ്ദേഹം ഉരിയാടിയിട്ടില്ല, അനാവശ്യമായ നോട്ടം നോക്കിയിട്ടില്ല, അനാവശ്യ സംഭാഷണത്തിന് മുതിർന്നിട്ടില്ല, അനാവശ്യമായ ഒരു ഇടപഴകലും ഞങ്ങളോട് നടത്തിയിട്ടില്ല. വളരെ മാന്യമായിട്ടേ അദ്ദേഹം വർത്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അമീനാണ്, അമാനത്തുമുണ്ട്, ഖുവ്വത്തുമുണ്ട്. ഇതാണ് ഈ സ്ത്രീ ഉപ്പയോട് പറയുന്നത്. രണ്ടും അവർ തിരിച്ചറിഞ്ഞു. ഒന്നും മറച്ചു വെക്കാതെ ആ സഹോദരി അവരോട്, പിതാവിനോട് ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് ആ വൃദ്ധനായ നല്ലവനായ പിതാവ് പറയുന്നു, ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബനതയ്യ ഹാതൈൻ അലാ അൻ തഅജുറനി 8 ഹിജജ ഫഇൻ അത്മംത 10 ഫമിൻ ഇൻദിക് വമാ ഉരീദു അൻ അശഖ അലൈക സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ. قال ذلك بيني وبينك أيما الأجلين قضيت فلا عدوان علي والله على ما نقول وكيل. അദ്ദേഹം പറഞ്ഞു, ആ വൃദ്ധനായ പിതാവ് സാലിഹായ മനുഷ്യൻ പറഞ്ഞു, മകളുടെ അഭിപ്രായം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉരീദു അൻ ഉൻകിഹക, മൂസാ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു, നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു. ഇതാ ഈ നിൽക്കുന്ന എന്റെ 2 പെൺമക്കളാണ്. എന്റെ ഈ 2 പെൺമക്കളിൽ ഒരുത്തിയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ നീ മഹർ തരണം, മഹർ വേണം. അലാ അൻ തഅജുറനി 8 ഹിജജ്, 8 കൊല്ലക്കാലം നീ എനിക്ക് ആടുമേക്കുന്ന കൂലിവേല നിർവഹിക്കണം. അതാണ് മഹർ. ഇനി 10 നീ പൂർത്തിയാക്കുകയാണെങ്കിലോ ഫമിൻ ഇൻദിക, നിന്റെ തീരുമാനം പോലെ. 8 നിർബന്ധമാണ്. 8 കൊല്ലം ഇവിടെ വേല ചെയ്യണം, 8 കൊല്ലം ആടുകളെ മേക്കണം. ആ രൂപത്തിൽ നീ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ അത് മഹറായി നിശ്ചയിച്ചുകൊണ്ട് എന്റെ മക്കളിൽ ഒരാളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. നിന്നെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേട്ടോ, ഒരു മുതലാളി ഒരു തൊഴിലാളിക്ക് പണി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മാന്യതയാണ്. ഉടമ, തൊഴിലുടമ തൊഴിലാളികളോട് പാലിക്കേണ്ട മര്യാദ. ഇവിടെ ഈ സാലിഹായ മനുഷ്യൻ മൂസാ അലൈഹിസ്സലാമിനോട് ഒരു തൊഴിൽ കരാറിൽ ഏർപ്പെടുമ്പോ പറയാണ്, നിന്നെ ഉപദ്രവിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തൊഴിലാളികളോട് ഏറ്റവും നല്ല നിലക്ക് ഇടപെടണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. തൊഴിലാളിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, പറഞ്ഞ വാക്കുകൾ പാലിക്കണം. ഇന്നൊക്കെ അതൊരു വലിയ പ്രശ്നമാണ്. കമ്പനികളിൽ ആളുകൾ സമരം ചെയ്യും, കമ്പനികൾ കൂട്ടത്തോടെ ആളുകളെ പിരിച്ചുവിടും, ശമ്പളം കൊടുക്കൂല, സമയത്തിന് നൽകൂല, കരാറൊക്കെ എഴുതിയിട്ട് നാട്ടിൽ വിസക്ക് ആളുകളെ കൊണ്ടുവരും, ലേബർമാരെ കൊണ്ടുവരും, പറഞ്ഞ പൈസ കൊടുക്കൂല, അവരെ പറ്റിക്കും, അവരെ വഞ്ചിക്കും, അവരെ ഉപദ്രവിക്കും, അവരെ ബുദ്ധിമുട്ടിക്കും, സമയത്തിന് ശമ്പളം കൊടുക്കൂല. പല നിലക്കുള്ള ദുൽമകൾ തൊഴിലാളികളോട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വൃദ്ധനായ ഈ പിതാവ് പറയാണ്, നിങ്ങൾ 8 കൊല്ലം നിർബന്ധമായി എനിക്ക് വേല ചെയ്യണം. 10 കൊല്ലം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടം, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, തെരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്. 8 നിർബന്ധമാണ്, ഇനി 10 വേണമെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ 8 നിർബന്ധമാണ്. ആ തൊഴിലിൽ ഞാൻ നിങ്ങളോടൊരിക്കലും അനീതി കാണിക്കൂല. ഞാൻ താങ്കളുടെ മേൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ.
ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഭാവിയിൽ എന്നെ കണ്ടെത്താം. മിനസ്സാലിഹീൻ, സദ്വൃത്തന്മാരിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ നിങ്ങളോട് നല്ല നിലക്കേ പെരുമാറുകയുള്ളൂ, ഞാൻ നിങ്ങളോട് നല്ല നിലക്കേ വർത്തിക്കുകയുള്ളൂ. ഒരു തൊഴിലാളിക്ക് കഴിയാത്തത് അവനെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്നത് ദുൽമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ ഖിദ്മത്ത് ചെയ്തിരുന്ന 10 കൊല്ലക്കാലം ഖാദിമുർ റസൂൽ എന്നറിയപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഖിദ്മത്തിന് വേണ്ടി കൊല്ലങ്ങളോളം ഞാൻ ചെലവഴിച്ചിട്ടും ഒരിക്കൽ പോലും എന്നോട് എനിക്ക് കഴിയാത്തൊരു കാര്യത്തിന് നിർബന്ധിച്ചിട്ടില്ല, എന്നെ അടിച്ചിട്ടില്ല, എന്നെ തെറി വിളിച്ചിട്ടില്ല, എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. എനിക്ക് ആവശ്യമായത് അവിടുന്ന് തരാറുണ്ട്. ബുദ്ധിമുട്ടില്ലാത്ത നിലക്കുള്ള പ്രവൃത്തികളാണ് എന്നോട് പറയാറുള്ളത്. പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് പകുത്ത് എടുത്തുകൊണ്ട് തന്നെ സഹായിക്കാൻ വേണ്ടതൊക്കെ നബി തങ്ങൾ തന്നെ ചെയ്യാറുമുണ്ട്. അത്രത്തോളം തൊഴിലാളികളോട് ഏറെ സമീപനം കാണിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൊഴിലാളികളുടെയും നേതാവാണ്. തൊഴിലാളികളോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണമെന്ന് പഠിപ്പിച്ച മതം. ഇവിടെ നോക്കൂ, നിങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിടുകയാണ്, ഒരു കരാർ എഴുതുകയാണ്. നിങ്ങൾക്ക് 8 കൊല്ലമാണ് തൊഴിൽ, ഇവിടെ 10 കൊല്ലം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഇഷ്ടം. ഞാൻ നിങ്ങളെ ഒരു നിലക്കും ദ്രോഹിക്കൂല, ഉപദ്രവിക്കൂല. ഏറ്റവും മെച്ചപ്പെട്ട പെരുമാറ്റവും സ്വഭാവവും മാത്രമേ നിങ്ങൾ എന്നിൽ നിന്ന് കാണൂ. ഇൻഷാ അല്ലാഹ്, കേട്ടോ, സതജിദുനി ഇൻഷാ അല്ലാഹ്, സതജിദുനി നിങ്ങൾക്ക് എന്നെ കാണാം ഇൻഷാ അല്ലാഹ് മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട നല്ല പെരുമാറ്റം, നല്ല രൂപത്തിലുള്ള ഇടപഴക്കമേ എന്നിൽ നിന്നുണ്ടാവുകയുള്ളൂ. അങ്ങനെ അത് പറഞ്ഞിട്ട് ഖാല, ആ നേരത്ത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുക്കുന്നു, ദാലിക ബൈനീ വബൈനക അയ്യമൽ അജലൈനി ഖദൈതു ഫലാ ഉദ്വാന അലയ്യ വല്ലാഹു അലാ മാ നഖൂലു വകീൽ. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ദാലിക, അതാണ്, ബൈനീ വബൈനക, എന്റെയും താങ്കൾക്കും ഇടയിലുള്ള കരാർ അതാവട്ടെ. ശരി, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ നിർദ്ദേശിച്ച 2 കാലഘട്ടങ്ങളിൽ, 2 അവധികളിൽ ഏത് ഞാൻ പൂർത്തിയാക്കിയാലും ഫലാ ഉദ്വാന അലയ്യ, എന്നോട് പിന്നെ ശത്രുതയൊന്നും ഉണ്ടാകരുത്. ചിലപ്പോ 10 എടുത്തോളന്നില്ല, ചിലപ്പോ എടുക്കും, ചിലപ്പോ 10 ഞാൻ നിൽക്കും. നിങ്ങൾ പറഞ്ഞ 8 ആണെങ്കിലും എന്നോട് വിഷമമൊന്നും തോന്നാൻ പാടില്ല. അതെനിക്കിപ്പോ പറയാൻ കഴിയൂല. 2ൽ ഏതാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എന്നോട് പിന്നെ വിഷമൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയാണ്, വല്ലാഹു അലാ മാ നഖൂലു വകീൽ. മുഅ്മിനീങ്ങളുടെ ഈമാനുള്ളവരുടെ സ്വഭാവമാണത്. അവര് പറയാണ്, വല്ലാഹ്, അല്ലാഹയാണ്, അലാ മാ നഖൂലു, നമ്മൾ ഈ പറയുന്ന കാര്യത്തിനൊക്കെ വക്കീൽ, സാക്ഷിയും അതുപോലെ തന്നെ വക്കീലും ഒക്കെ അല്ലാഹയാണ്. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച കാര്യം ഏതാണെന്ന്, ഞാൻ ഏറ്റെടുത്തത് എന്താണെന്ന്, എനിക്കതിന് കഴിയുമോ ഇല്ലേ എന്നൊക്കെ റബ്ബാണ് അറിയുന്നവൻ. അവനിലെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കരാർ ഞാൻ സമ്മതിക്കുന്നു, ഈ പ്രവൃത്തി ഞാൻ ഏറ്റെടുക്കുന്നു, നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതമാകുന്നു. അവിടെ ഒരു കരാർ നടക്കുകയാണ്, ഒരു വിവാഹം നടക്കുകയാണ്. ഇവിടെ സഹോദരന്മാരെ, പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു പിതാവിന് തന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളോട് നേരിട്ട് പറയാൻ പാടുണ്ടോ ഇല്ലേ? ചിലപ്പോ പലപ്പോഴും നമ്മൾ നാട്ടിൽ പറയും, ഒരാൾ നിങ്ങൾ എന്റെ മോളെ കല്യാണം കഴിക്കുമോ എന്ന് ഒരാളോട് ചോദിച്ചാൽ ഇയാളെന്തൊരു മനുഷ്യനാ, അതൊക്കെ വേറെ ആരെ കൊണ്ടേലൊക്കെ ചോദിപ്പിക്കാന്നല്ലാതെ എത്ര ഒരു നാണം കെട്ട പരിപാടി. അവരാരെ മക്കളെ കെട്ടുമോ, നിങ്ങൾ കെട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഒരാളോട് ചോദിക്കുക. എന്റെ മോളെ നിങ്ങൾ വിവാഹം കഴിക്കുമോ എന്ന് ഒരാളോട് ചോദിക്കുന്നത് വളരെ ഒരു മോശമായിട്ടൊക്കെ കാണുന്ന നാടുകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. ചില നാടുകളിൽ പറയുന്നത് പെണ്ണിന് വിവാഹം അന്വേഷിച്ചുകൊണ്ട് വാപ്പ പുറപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന നാടുകളുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് വരണം. അതേസരത്തിൽ ആണിന് പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടാണ് പോകേണ്ടത്, പെണ്ണിന് വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഒരു വാപ്പ പുറപ്പെടരുത്, അതൊക്കെ ഒരു മോശത്തരാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസങ്ങൾ മാത്രമാണ്. ഇസ്ലാമും അതുമായിട്ട് ഒരു ബന്ധമില്ല. ഇവിടെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വെച്ച് ആ പിതാവ് നേരിട്ട് ചോദിക്കല്ലേ, ഞാൻ നിങ്ങൾക്ക് അവിടെ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കല്ലോ. അപ്പൊ സംഗതി ചെറുക്കനൊക്കെ അല്ല, ഉഷാറാണ്, അളക്ക് ഉഷാറാണ്, പറ്റിപ്പോയി, ഇനിയിപ്പോ ഒന്നും ചോദിക്കണ്ട, വേറൊരാളെ വിളിച്ചിട്ട് ചോദിപ്പിക്കാം, അതൊന്നുമില്ല. നേരിട്ട് ചോദിക്കാണ്. മഹറും പറയണ, പൈസ ഒന്നും കയ്യിലില്ല എന്നറിയാലോ, വെറും പൈസ തന്നെ ആയിക്കോളണമെന്നൊന്നുമില്ല. മഹർ
മഹർ പറയുമ്പോ അത് കാശ് തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇവിടെ എന്താ മഹർ? ഇവിടെ മഹർ 8 കൊല്ലം കൂലിവേല ചെയ്യലാണ്. മൂസാ അലൈഹിസ്സലാം ആ വൃദ്ധനായ പിതാവിന്റെ സാലിഹായ മനുഷ്യന്റെ മകളെ വിവാഹം കഴിക്കുമ്പോ കൊടുത്ത മഹർ എന്താ? പൊന്നല്ല. പൊന്നെ കൊടുത്തോളണമെന്നില്ല, ഉണ്ടെങ്കിൽ കൊടുക്കാം, മൂല്യമുള്ള ഏത് വസ്തുവും കൊടുക്കാം. ഇവിടെ എന്താണ്? 8 കൊല്ലത്തെ വേല ചെയ്യാമെന്നതാണ് മഹർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സഹാബി സദസ്സിൽ ഇങ്ങനെ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സഹാബി ഇരിക്കുമ്പോ ഒരു സഹോദരി വന്നുകൊണ്ട് പറയുന്നു, നബിയേ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ? നിങ്ങൾ എന്റെ വിവാഹം കഴിക്കുമോ എന്നൊരു സഹോദരി വന്ന് ചോദിക്കുകയാണ്. അല്പനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് പറഞ്ഞു, ഇല്ല, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇത് കേട്ടിട്ട് ഒരു സഹാബി ഇങ്ങനെ സദസ്സിലിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ? അവരെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? മഹർ കൊടുക്കണം. കല്യാണം കഴിക്കുമ്പോ മഹർ കൊടുക്കണം. അതിന് നിന്റെ പക്കൽ എന്താ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, എന്റെ പക്കൽ ഒന്നുമില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വീട്ടിൽ പോയിട്ട് തെരഞ്ഞു നോക്കിയിട്ട് വാ, വല്ലതുമുണ്ടോ? സഹാബി വേഗം പെണ്ണ് കെട്ടാനുള്ള ആവേശമല്ലേ, അദ്ദേഹം വേഗം വീട്ടിലേക്ക് പോയി പരതുന്നു. ഒന്നും കിട്ടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, വലൗ ഖാതമൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും കൊടുക്കാനുണ്ടോ? ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും, വലിയ മൂല്യമൊന്നുമില്ലാത്ത സാധനല്ലേ, അതെങ്കിലും ഉണ്ടോ? ഇല്ല, അതുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എങ്കിൽ ഫഹൽ മഅക ശൈഉം മിനൽ ഖുർആൻ, നിനക്ക് ഖുർആൻ വല്ലതും അറിയാമോ? പരിശുദ്ധ ഖുർആനിൽ നിന്ന് നിനക്കെത്ര അറിവുണ്ട്, എത്ര മനപ്പാഠമുണ്ട്? ആ സ്വഹാബി നബി തങ്ങളുടെ മുമ്പിൽ വെച്ച്, പ്രവാചകരെ, എനിക്ക് ഇന്നതും ഇന്നതുമൊക്കെ മനപ്പാഠമുണ്ടെന്നിങ്ങനെ സൂറത്തു കദാ വ കദാ ഓരോന്നിങ്ങനെ എണ്ണി പറയുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എങ്കിൽ നിന്റെ പക്കലുള്ള വിശുദ്ധ ഖുർആൻ നീ ആ സഹോദരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന മഹറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവളെ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു. അവിടെ എന്താ മഹർ കൊടുത്ത്? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഒരറിവ് പഠിപ്പിച്ചു കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിവാഹം നടന്നു. അപ്പൊ മഹർ എന്ന് പറയുന്നത് പൊന്നാവാം, സ്വർണമാകാം, വെള്ളിയാവാം, മൂല്യമുള്ള ഏത് വസ്തുവുമാകാം, കാണാൻ പറ്റാത്ത ഏതെങ്കിലും നിലക്കുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളും ആവാം. പഠിപ്പിച്ചു കൊടുക്കുക, ഒരു ഇൽമു പകർന്നു കൊടുക്കുക, കൂലിവേല ചെയ്തു കൊടുക്കുക, ഇതൊക്കെ മഹർ ആവാം. പക്ഷെ മഹർ വേണം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മഹർ പറയാറേ ഉണ്ടായിരുന്നുള്ളൂ, കൊടുക്കാറുണ്ടായിരുന്നില്ല. പഴയ കാലത്തുള്ള പ്രായം ചെന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം, കല്യാണത്തിന് മഹർ പറയും, കൊടുക്കൂല എന്നുള്ളതിന്റെ തെളിവെന്താ? നമ്മുടെ നാട്ടിലില്ലാത്ത തൂക്കമാണ് പറയുന്ന ചെയ്യാം. ആർക്കും മനസ്സിലാവില്ല. ഇന്നിപ്പോ നമുക്ക് 1 പവൻ 2 പവൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂലേ? അല്ലെങ്കിൽ 1 ഗ്രാം 2 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അന്ന് പറയാൻ എന്താണ്? 10 മിസ്കാലി പൊന്ന് എന്നാണ്. മിസിരി പൊന്ന്, മിസ്കാലി പൊന്ന് എന്നൊക്കെ പറയാം. ആർക്കും മനസ്സിലാവില്ല. കാരണം ഇത് കൊടുക്കാൻ ഉദ്ദേശമല്ല. പിന്നെ ഇത് ആദ്യത്തെ രാത്രിയിലോ അല്ലെങ്കിൽ കുറച്ചു കാലം ഇങ്ങനെ കഴിയുമ്പോഴൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് അതാണ് കൊടുക്കാതിരിക്കലാണ്. പൊരുത്തപ്പെടിക്കുക എന്നാ പറയാ. പൊരുത്തപ്പെടിക്കലാണ്, അത് കൊടുക്കാറ് പതിവില്ല. പക്ഷേ നമ്മുടെയൊക്കെ നാടുകളിൽ മഹറിന്റെ പ്രാധാന്യവും ഇസ്ലാം അതിന് നിശ്ചയിച്ച മഹത്വവും മേന്മയുമൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിൽ മഹർ കൊടുക്കൽ ആവശ്യമാണെന്ന് പ്രസംഗിക്കേണ്ട കാലം വന്നിട്ടുണ്ട്. ഇന്നിപ്പോ അൽഹംദുലില്ലാഹ് എല്ലാവരും മഹർ കൊടുക്കും. മഹർ കൊടുക്കുമ്പോ പലർക്കും പല ഉദ്ദേശമുണ്ട് എന്ന് മാത്രം. മഹർ കൊടുക്കുന്നത് ചിലർ എരടലുണ്ട്, ചൂണ്ടലിടലുണ്ട് എന്ന് മാത്രം. ഇസ്ലാമിനെ സ്നേഹിച്ചിട്ടൊന്നുമല്ല. 10 കൊടുക്കും, എന്തിനാ? അവൾക്ക് നല്ലോണം കിട്ടിക്കോട്ടെ വെച്ചിട്ടൊന്നുമല്ല. 10 കൊടുത്താലുണ്ട് അതിനൊരു കൗണ്ടിങ്. 10 കൊടുത്താൽ 10% അപ്പുറത്തേക്ക് 100 ഇങ്ങോട്ട് സ്ത്രീധനം കിട്ടേണ്ട എരപ്പാളിയാണ് എന്ത് കൊടുക്കുക? 10 കൊടുക്കുക. കാരണം എന്താ അറിയോ? അത് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ചുടുചോറ് മാന്തുന്ന പരിപാടിയാണ്. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. എത്ര കത്തുകൾ നിങ്ങളൊക്കെ വായിച്ചു, എന്റെ മകളുടെ കല്യാണമാണ്, സഹായിക്കണം. അവനെങ്ങനെ എരപ്പാളിയാക്കിയിട്ട് പരിചയമുള്ള അഡ്രസ്സിലേക്കൊക്കെ കത്തെഴുതി ഫോൺ ചെയ്ത് ഇങ്ങനെ നാടൊട്ടാകെ പറയേണ്ടി വരും. എന്താ? ഒരുത്തം വന്നിട്ട് പെണ്ണ് കണ്ടുപോയിട്ടുണ്ട്, അവൻ നേരിട്ട് പറഞ്ഞിട്ടില്ല, അവൻ കുറച്ച് മാന്യനാണ്, പകൽ മാന്യനാണ്, അമ്മാമനെ കൊണ്ട് പറയിപ്പിച്ചതാണ്, കാരണോരെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അതല്ലെങ്കിൽ എന്റെ പെങ്ങൾക്ക്, അവന്റെ പെങ്ങൾക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട് എന്ന് പറയിപ്പിച്ചവനാണ്. എന്താ ഇവന്റെ കുടുംബ ഹിസ്റ്ററിയൊക്കെ പറയുന്നത് എന്തിനാ?
കുറയരുത് എന്ന് പറയാനാണ്. ഒക്കെ വേറൊരു വിഷയമാണ്. അള്ളാഹു അത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി വരാൻ പോകുന്ന മക്കളൊക്കെ അത് ചിന്തിക്കണം. ശ്രീധനം പറഞ്ഞിട്ടുള്ള വിവാഹം എനിക്ക് വേണ്ട, ഹറാമായ മുതൽ തിന്നുന്ന ഒരാളെ കഷ്ടപ്പെടുത്തിയിട്ട് ആ പൈസയും വാങ്ങിയിട്ട് ഇങ്ങനെ ചോറ് വെച്ചിട്ടിങ്ങനെ ആ പാവപ്പെട്ട മനുഷ്യന്റെ ചോരയും ചലവും നക്കി കുടിക്കല അതിനേക്കാൾ നല്ലത്. അയാളുടെ ഉറക്കം കെടുത്തിയിട്ട് അയാളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് കല്യാണക്കുറി തീരുമാനിച്ച ഡേറ്റ് മുതൽ ഇത് നടന്ന് തീരുവോളം മനസ്സ് മുഴുവനും വെന്തുരുകിയിട്ട് പ്രയാസപ്പെട്ട് നടക്കേണ്ടി വരുന്ന ഒരു പിതാവിന്റെ മുഖം ഇതിങ്ങനെ കുഴച്ച് വാരി വിഴുങ്ങുമ്പോ ഈ കല്യാണ സദസ്സിൽ പോയവൻ ആലോചിക്കുന്നുണ്ടോ, എന്താ ഞാൻ ഈ കുഴച്ച് വാരി വിഴുങ്ങുന്നത്? അപ്പൊ അതൊക്കെ ഗൗരവത്തോടെ ഇസ്ലാം കാണുന്നൊരു വിഷയമാണ്. ഇവിടെ കണ്ടോ, ഇവിടെ മഹറാണ്, മഹർ കൊടുക്കണം. എന്താ പെണ്ണ് കിട്ടണമെങ്കിൽ എന്ത് വേണം? മഹർ കൊടുക്കണം. അതിന് 8 കൊല്ലം കൂലി വേല ചെയ്യണം. 10 കൊല്ലായ ഒക്കെ നിന്റെ ഇഷ്ടമാണ്. ഞാൻ അതിലേറെ നിങ്ങൾ ഈ വിഷയത്തിലൊന്നും ഞാനൊരു ബുദ്ധിമുട്ടിക്കലോ പ്രയാസപ്പെടുത്തലോ ഒരിക്കലും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പിതാവിന് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്റെ മകളെ നിങ്ങൾ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുന്നത് ഒരു മോശമൊന്നല്ല, അങ്ങനെ ചിന്തിക്കുക പോലും പാടില്ല. പല നാടുകളിലും അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ചരിത്രത്തിൽ നിന്നൊരു സംഭവം പറയട്ടെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ഹഫ്സ ബീവി. ഹഫ്സ ബീവിയെ ആദ്യം ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. ആ ഭർത്താവ് മരണപ്പെടുകയാണ് ചെയ്തത്. ഹഫ്സ ഉമ്മ ബീവിനെ ആദ്യം ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. ആ ഭർത്താവ് മരിച്ചു. മരിച്ചപ്പോ ബാപ്പയായ ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഇന്ന ഹഫ്സാത അയ്യമത്ത്, എന്റെ മോള് ഹഫ്സ വിധവയാണ് ഉസ്മാനേ, ഫഹല്ലക ഫിസ്സിവാജി മിൻഹാ, നീ അവളെ കെട്ടുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണം, എന്റെ മോള് വിധവയാണ്, ഈ അവളെ കല്യാണം കഴിക്കുമോ? ബാപ്പയെ ചോദിക്കുന്നത്. ഉസ്മാനോട്, കൂട്ടുകാരനോടാ ചോദിക്കുന്നത്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഫക്കിറുൽ ലൈല, ഞാൻ ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കട്ടെ, നാളെ വിവരം പറയാം. പിന്നീട് നേരം പുലർന്നപ്പോൾ ജാഅഹു ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറയുന്നു, അറാ തസവ്വജഹാ, ഞാനിപ്പോ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറുപടി കൊടുത്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫജിഅതു ഇലാ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്കാണ് കയറി ചെന്നത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, ഇന്ന ഹഫ്സ തഅയ്യമത്, എന്റെ മോൾ ഹഫ്സ വിധവയായിരിക്കുന്നു, ഫഹല്ലക അൻ തതസവ്വജഹാ, അവളെ നിങ്ങൾ വിവാഹം കഴിക്കുമോ? നിങ്ങൾ വിവാഹം കഴിക്കുമോ അവളെ? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫസക്കത അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം പറഞ്ഞില്ല. ഫലം യറുദ്ദ അലയ്യ, ഒരു മറുപടി പോലും പറയാതെ മൗനമാണ് പാലിച്ചത്. പിന്നീട് അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അബൂബക്കർ ഒന്നും പറയുന്നില്ല. സുമ്മ ഖതബഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീടുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വന്നുകൊണ്ട് വിവാഹം അന്വേഷിക്കുന്നു നബി തങ്ങൾക്ക് വേണ്ടി. ഫജാഅ, അതേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഹഫ്സയെ ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ വിവരം പറഞ്ഞ് ഫജാഅ അബൂബക്കർ ഇലാ ഉമർ, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്നുകൊണ്ട് പറയുന്നു, ലഅല്ലഹു കാന ഫീ നഫ്സിക ശൈഅ, ഉമറേ, നീ എന്നോട് ഹഫ്സനെ വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചപ്പോ ഞാൻ നിന്നോട് ഇതുവരെ ഒരു മറുപടിയും പറയാത്തതിൽ നിനക്ക് എന്നോട് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായില്ലേ? നിനക്ക് എന്നോടൊരു മാനസികമായിട്ടൊരു വിഷമം തോന്നിയില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം. ഫഖാല ലഹു, ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, വല്ലാഹ്, അല്ലാഹനെ തന്നെയാണ് സത്യം, ഉണ്ടായിട്ടുണ്ട്. ഒന്നും മിണ്ടിയില്ലല്ലോ, എന്തെങ്കിലും ഒരു മറുപടിയെങ്കിലും നിങ്ങൾ പറയണ്ടേ? അതും പറഞ്ഞില്ലല്ലോ. അപ്പൊ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഫഖാല, അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ്.
ഞാനൊന്നും പറയാതിരുന്നതിന്റെ കാരണം വല്ലാഹി മാ മനഅനീ, അല്ലാഹു തന്നെയാണ് സത്യം, മാ മനഅനീ, എനിക്ക് തടസ്സമുണ്ടായിരുന്നില്ല, ഇല്ലാ അന്നീ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്കുറുഹാ, അല്ലാഹുവിന്റെ റസൂൽ ഹഫ്സാ ബീവിയെ സംബന്ധിച്ച് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഫമാ കുൻതു ലിയുഫ്ശിയ സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അത് പറയുന്നതിന്റെ മുമ്പേ അവിടുത്തെ സ്വകാര്യം പരസ്യമാക്കുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാനതൊന്ന് പറയാതെ പോയത്. ഞാനിത് മുമ്പേ കേട്ടിരുന്നു, ഹഫ്സാ ബീവിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് നബിക്ക് ആഗ്രഹമുണ്ട്, എന്നോട് പറയും ചെയ്തിരുന്നു. പക്ഷേ ഞാനപ്പോൾ അത് പറഞ്ഞില്ല. കാരണം അള്ളാന്റെ റസൂലിന്റെ അനുമതിയില്ലല്ലോ എനിക്ക് പറയാൻ. അവിടുന്ന് തന്നെ പറഞ്ഞോട്ടെ, അതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ഒരു സ്വകാര്യം ഞാൻ വെളിപ്പെടുത്തണ്ട എന്ന നിലക്കാണ് ഞാനൊന്നും പറയാതിരുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഈ സംഭവം കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ ആളുകളുടെ ഒരു ചിന്താഗതി, മകളെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന ഒരാളോട് ചോദിക്കുന്നതിന് ഒരു വിഷമമല്ല. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉസ്മാൻ ഗഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് ആരാ? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അപ്പോ ഇങ്ങനെയും ഇസ്ലാമികമായ ചരിത്രങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. അങ്ങനെ ആ കാലാവധി പിന്നിട്ട് കഴിയുകയാണ്. എത്ര കൊല്ലമാണ് മഹാനവറുകൾ അവിടെ താമസിച്ചത്? മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിലെ കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഞങ്ങളുടെ കൂട്ടത്തിൽ അവഗാഹമുള്ള പണ്ഡിതനായിരുന്നു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എത്ര കാലമാണ് അദ്ദേഹം കഴിച്ചുകൂട്ടിയത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് 10 കൊല്ലം തന്നെ കഴിച്ചുകൂട്ടി. ആ 10 തന്നെ അദ്ദേഹം എടുത്തു. 8 എന്നുള്ളത് അദ്ദേഹം 10 തന്നെ പൂർത്തിയാക്കി എന്നാണ്. അതിന്റെ ശേഷം പിന്നീട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നും ഇനി മടങ്ങുകയാണ്. ആ കാലാവധി പൂർത്തിയാക്കിയിട്ട് സ്വദേശമായ ഈജിപ്തിലേക്ക് തന്നെ തന്റെ കുടുംബത്തെയും കൂട്ടി ആ കാലാവധിയൊക്കെ തികച്ചതിന്റെ ശേഷം വീണ്ടും മടങ്ങുന്ന ഭാഗമാണ് പിന്നീട് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന ഗുണപാഠങ്ങളെ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് പാഠമായി ഉൾക്കൊള്ളുകയും അവരുടെ പാത പിൻപറ്റുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിൽ മാത്രം മുന്നോട്ട് പോകുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ.